ഹലോ ഗൗതം കൃഷ്ണ, സന്തോഷം. നൈസ് ടു മീറ്റ് യു. എന്താണ് യക്ഷിയും ഞാനെന്ന സിനിമയിലൂടെയാണ് ഞങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളത്. ആൻഡ് എന്താ ചേട്ടാ വിശേഷങ്ങളൊന്ന് പറയാമോ? സുഖം, നന്നായിരിക്കുന്നു. അമ്മ മീറ്റിംഗ് എൻ്റെ 12ാമത്തെ മീറ്റിംഗ് ആണ്. യക്ഷിയും ഞാനും അതെ, യക്ഷി ഞാൻ 2010-ലായിരുന്നു. അതിനുശേഷം കുറേ അതായത് ഇപ്പം രണ്ടാം യാമം എന്ന് പറഞ്ഞ പടം ഇപ്പം ചെയ്തു. സ്വാസികയായിരുന്നു പേരായിട്ട് ചെയ്ത്, ഫെബ്രുവരി റിലീസ് ചെയ്തു. ഇപ്പം വേറെ 1-2 പ്രോജക്റ്റിലാണ്. പിന്നെന്താണ്, അമ്മ എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പം എന്താ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാവരെയും കാണാൻ പറ്റുക, ഇത്രയും പേരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, പിന്നെ ഇതുപോലുള്ള നിങ്ങളെയും കാണാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, 12ാമത്തെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അതായത് തുടങ്ങി 1 വർഷം ഉണ്ടല്ലോ മീറ്റിംഗ്. അപ്പൊ ഓരോ വർഷം കഴിയും തോറും ഇപ്പം അതിലൊരു മെമ്പർ എന്നുള്ള രീതിയിൽ അമ്മയുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഓരോ രീതികളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് അതിലൊരു മെമ്പർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്തി കാണുന്നത്? ശരിക്കും അമ്മയുടെ ആ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് ഒരു കുടുംബം ഈ ഒരു സംഘടനയ്ക്കും ഇല്ലാത്ത ആ അംഗങ്ങൾക്കെല്ലാം അവരെ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ അമ്മ എന്ന് പറയുന്ന ആ പേരിനൊരു അർത്ഥമുണ്ട് അല്ലേ? നമ്മൾ കാണുന്നൊരു അമ്മ, ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കെയറിങ് ആണ് അമ്മ സംഘടനയിൽ നിന്ന് ഓരോ മെമ്പേഴ്സിനും കിട്ടുന്നത്. കാരണം ഇപ്പം ലാസ്റ്റ് വന്ന കൈനീട്ടം പോലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഏറ്റവും അവതരിപ്പിച്ച മെഡിസിൻ കൊടുക്കാന്ന് പറയുന്ന ഒരു 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 കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കാര്യമാണ്. ആർക്ക് ചെയ്യാൻ പറ്റും? സ്വന്തം മക്കളോട് പറഞ്ഞ് മോനേടാ മേടിച്ചേർന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ആ ഒരു അതാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതികളുടെ നന്മ ചെയ്യാനുള്ള ഒരുപാട് പ്രോജക്റ്റുകളിലാണ്. ശരിക്കും ഓരോ വർഷവും അതും മുന്നോട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 30ഓളം വർഷം വിചാരിക്കാത്ത കുടുംബസംഗമം നടത്തി. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ? ആ ഒരു കുടുംബസംഗമം നടത്തിയത് ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു കമ്മിറ്റിയുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ കിരീടത്തിലൊരു പൊന്തൂലായിട്ട് നമുക്ക് കണക്കാക്കിക്കൂടെ? അതിനെങ്ങനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം 30 വർഷം നടന്നില്ല എന്ന് പറയുമ്പം അത് ആ സംഘടനയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഒരു പവർ ഉണ്ടായി, അല്ലെങ്കിൽ അതിനുള്ള ഇത് ആർജവം അവരിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ സംഭവിച്ചത്. തീർച്ചയായിട്ടും ആ കമ്മിറ്റിക്ക് അതിന് അംഗീകരിക്കാൻ കൊടുക്കേണ്ടത് തന്നെയാണ്. അത് സംഭവിക്കാൻ 30 വർഷം നടക്കാത്തവരും സംഭവിച്ചതിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വിലയേറിയ തിരക്കിനിടയിൽ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളോടെ കാണാൻ സാധിക്കട്ടെ. അമ്മയുടെ 31ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തകൃതിയായിട്ട് നടക്കുമ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയത എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അഡോബ് കമ്മിറ്റിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് വിനുമോഹൻ, എൻ്റെ പ്രിയപ്പെട്ട വിൻചേട്ടൻ. അപ്പോൾ വിൻചേട്ടാ നമസ്കാരം. കുറച്ചധികം സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതാദ്യം ചോദിക്കട്ടെ. വിശേഷം എന്താ, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഇവൻറ്റിൻ്റെ പരിപാടികളും എന്ന് പറയുന്നത് നല്ല പണിയാണല്ലോ. നമ്മളിങ്ങനെ ഓരോരുത്തർ ഇന്നലെ ആണെങ്കിലും നമുക്ക് വളരെ ലേറ്റായിട്ട് നമുക്ക് വെന്യൂ കിട്ടിയ, കാരണം ഇന്നലെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായിരുന്നു. സോ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാം സെറ്റായത്. സോ അതുവരെ ഇങ്ങനെ അതിൻ്റെ പുറകിനായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വന്നതിൻ്റെ ഒരു ചെറിയ രസമാണ്. കാരണം നമ്മൾ എന്താ പറയുക, എപ്പോഴും നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വളരെ വർക്ക് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അസോസിയേഷന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് 10 മന്ത്, ഒരു വർഷത്തോളം നമ്മുടെ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിലും എഡോ കമ്മിറ്റി ആയിട്ടൊരു 8 മാസത്തോളം ആവുന്നു. അപ്പോൾ ആ തരത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, പുതിയ കുറേ ആശയങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മെമ്പേഴ്സും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 30 വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ ഒരു കമ്മിറ്റിക്ക് ശേഷം ഈ ഒരു കമ്മിറ്റി രൂപം കൊണ്ടതിന് ശേഷം നടന്നു എന്നത് കുടുംബസംഗമം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംഗമത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ശരിക്കും വർഷങ്ങളായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഒരു കുടുംബസംഗമം പ്ലാൻ ചെയ്യണം. പക്ഷെ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ആ ഒരു ടൈം നമ്മൾ ഫസ്റ്റ് കമ്മിറ്റി വന്നപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്താണ് ഒരു കുടുംബസംഗമം പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കുടുംബസംഗമം പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു 8-10 ദിവസത്തെ ഒരു വർക്കാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സിലാവും. അത് ഒന്നാമത് നമ്മുടെ ടീം, ഇപ്പം ഞാൻ മാത്രം എൻ്റെ എന്നല്ല, നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ ബാബുചേട്ടൻ ആണെങ്കിലും സരയു ആണെങ്കിലും അനന്യ ആണെങ്കിലും അൻസിബ ആണെങ്കിലും ജോമോളേച്ച് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും, ഷാവൻ ചേട്ടനാണെങ്കിലും ടോബി ആയാലും എല്ലാവരും, ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. സുരാജ് ചേട്ടനുണ്ട്, നമ്മുടെ ടിനി ചേട്ടനുണ്ട്,
അതേപോലെ ജയൻ ചേട്ടൻ നമ്മുടെ ഓഫീസ് പേഴ്സണെ ഞാൻ പറയുന്നില്ല, അല്ലാതുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരെല്ലാവരും ഉണ്ടാണ്. എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ ശരിക്കും തമ്മിൽ ഒരു കാര്യം വളരെ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പോയത് കൊണ്ടാണ് ആ കുടുംബസംഗമം നല്ല രീതിയിൽ വന്നത്. അത് എനിക്ക് തോന്നുന്നു മെമ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇവൻ്റ് ആയിരുന്നു കുടുംബസംഗമം. കാരണം അവരുടെ ഫാമിലിയും കൂടെ അതിനകത്തേക്ക് കൊണ്ടുവരിക, ആ ഇവൻറ്റുകൾ, ക്ലാസ്, നമ്മളൊരു വളരെ പരിമിതമായ സമയത്തിൽ പരിമിതമായ ഒരു ഏരിയയിലാണ് സത്യം പറഞ്ഞാൽ കുടുംബസംഗമം സംഘടിപ്പിച്ചതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു വലിയ ഒരു നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണെന്ന് എനിക്ക് അത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ, എന്താ പറയുക, ഗോഡ് ഗിഫ്റ്റ് പോലെ നമുക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെ അത് കിട്ടി. സോ നെക്സ്റ്റ് ഇനിയിപ്പം അടുത്ത വർഷത്ത് വരുന്ന കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഈ കമ്മിറ്റി തന്നെ ആയിരിക്കും തുടരുക, അറിയില്ല. മേ ബി നമ്മുടെ ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. ആ ജനറൽ ബോഡിയിലെ തീരുമാനത്തിന്റെ അനുസരിച്ചാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇപ്പം നമ്മൾ ഏത് കമ്മിറ്റി വന്നാലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് നടത്തി പോകുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക അല്ലേ. പ്രത്യേകിച്ച് സംഘടനകൾ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഈ അമ്മ സംഘടനയെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രായമായ ഒരുപാട് അമ്മമാരുണ്ട്, ഈ അതുപോലെ നമുക്ക് പ്രായമായ ഒരുപാട് മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു സംഘടനയുമായി ഇപ്പോൾ അതിൽ പല ആൾക്കാരും ഈ സംഘടനയിലെ നമുക്ക് പെൻഷൻ, നമ്മളൊരു കൈനീട്ടം, അതൊരു പെൻഷൻ പോലും നമ്മൾ അങ്ങനെ പോലും പറയാറില്ല, നമ്മളൊരു കൈനീട്ടം എന്ന രീതിയിൽ ഒരു വലിയ വാക്കാണ് അതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ ആണെങ്കിലും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും ഈ തരത്തിൽ എല്ലാത്തിനും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ റോസ് ചേച്ചിക്ക് ഞാൻ എടുത്തു പറയാൻ കാണിച്ചാൽ റോസ് ചേച്ചി അത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഇല്ല നാളെ, കാരണം മകള് പോലും അതിൻ്റെ ഒരു അടക്കം ചെയ്യാനുള്ള ഡ്രസ്സുമായിട്ട് വന്നൊരവസ്ഥയുണ്ട്. കാരണം അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കഥയായിട്ട് തോന്നും, പക്ഷെ അത് നേരിട്ട് അവരുടെ മനസ്സ് നമ്മൾ കാണുമ്പോൾ അല്ലെ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവരുടെ വേദന നമുക്ക് മനസ്സിലാവുക അല്ലേ. നമുക്കങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അത്രയും ഹാൻഡിൽ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നത് ആ പേരിന് അനുവർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ മെമ്പേഴ്സിനോട് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന ഒരു ഇഷ്ടം പോലെ തന്നെയാണ് ഈ അമ്മ എന്നുള്ള പേര്. അപ്പോൾ ആ തരത്തിൽ എല്ലാവരോടും അമ്മമാരൊക്കെ പലപ്പോഴും അവർക്കൊരു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കാലുവേദന മക്കളെ എന്ന് പറഞ്ഞാൽ എന്നെ 6 മണിക്ക് വിളിച്ച ഒരാളുണ്ട്. അമ്മയ്ക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് കാല് വയ്യ, വരാനോ ഇരുന്നാണ്, ഒന്നൊന്ന് കാല് സ്ലിപ്പായി, എനിക്ക് നടക്കാൻ വയ്യ മക്കളെ, അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ അയ്യോ മക്കളെ എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഫീലാണ് അവർക്കല്ല. അപ്പം ആ തരത്തിലുള്ള ഒരുപാട് മെമ്പേഴ്സ് നമുക്കുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നമുക്ക് വരുന്ന മെഡിസിൻസും ഈ കൊടുക്കുന്ന ഇത് ആഗ്രഹിക്കുന്ന, ഇതിനെ മാത്രം ഇത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കൈനീട്ടം കാത്തിരുന്ന അത് വെച്ചിട്ട് ലൈഫിൻ്റെ ഒരു അവരുടെ ഒരു ചിലവുകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ തരത്തിലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യലാണ് അമ്മയുടെ മെയിനായിട്ട്. നമുക്ക് അങ്ങനെയുള്ളവരെ നമ്മൾ ഉയർത്തി നിൽക്കുക, അവരെ എപ്പോഴും ഒരു കൈത്താങ്ങായിട്ട് അവരുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അത് 100% നമ്മൾ അതിൽ സിൻസിയറായിട്ട് തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ പരിചയമുള്ള വിൻഷേട്ടൻ ഇത്രയധികം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം അത്രയധികം ഉത്തരവാദിത്തങ്ങൾ ഹെഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഈ ഒരു മീറ്റിങ്ങിൽ നമ്മളെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നത് മമ്മൂക്ക തന്നെയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ? മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടക്കുകയാണ്. വേറെ വലിയ ഇഷ്യൂസ് അല്ല, പക്ഷേ എങ്കിലും ആ ഒരു പേര് നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നൊരു പേരാണ്. അപ്പോൾ ആ തരത്തിലൊരു അസുഖം ആയതുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനേതായിട്ടുള്ള കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും അദ്ദേഹത്തിന്. അദ്ദേഹത്തെ വിളിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇന്നലെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെയിൽ വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പം നമുക്ക് പറഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ വരാൻ പറ്റില്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് വരാൻ. പക്ഷേ ഇന്നലെയും ചോദിച്ചു എന്തായി എങ്ങനെയായി കാര്യങ്ങളെന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഉത്തരവാദിത്തങ്ങൾ നീണ്ടു തന്നെ അങ്ങോട്ട് നടക്കട്ടെ. ഈ ഒരു കമ്മിറ്റിന്റെ മുന്നോട്ട് പോട്ടെ ഞങ്ങളും ആത്മാർത്ഥമായിട്ട് അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.